നമ്മളെല്ലാവരും റോബോട്ടിനെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പം ഇപ്പോൾ റോബോട്ടുകൾക്ക് മനുഷ്യനെ പോലെ കാണാനുള്ള ശേഷിയുണ്ട്, കേൾക്കാനുള്ള ശേഷിയുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇനി ഈ റോബോട്ടുകൾക്ക് അടുത്ത വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ മണത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവാണ്, സ്മെൽ സെൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ പ്രൊജക്റ്റിൽ നമ്മൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ നോസ് അഥവാ കൃത്രിമ മൂക്ക്. ഈ ഒരു നോസിന് എന്ത് സാധനവും മണത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ആ സ്മെൽ എന്തായിട്ടാണോ തോന്നുന്നത് ആ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കും. അതാണ് നോസിൻ്റെ ബേസിക് വർക്കിംഗ്. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട ഞാൻ വെറുതെ തള്ളി മറിക്കുന്നതാണെന്ന്, ഒരിക്കലും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെമോ കണ്ടാൽ വിശ്വാസമാകുമെന്ന് വിചാരിക്കുന്നു. സോ ഡെമോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടെക് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അങ്ങനെയാണ് ഫ്രണ്ട്സ്, നമുക്ക് ഡെമോയിലേക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് വിക്സ് ആണ്. നമുക്ക് നോക്കാം വിക്സിൻ്റെ സ്മെല്ല് നമ്മുടെ നോസ് ഡിറ്റക്ട് ചെയ്യില്ലയോ. കണ്ടോ ഗായ്സ്, നമ്മുടെ നോസ് കൂളായിട്ട് വിക്സിൻ്റെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ബ്രൂട്ടിൻ്റെ ഈ ഒരു പെർഫ്യൂമാണ്. അതും നമ്മുടെ നോസ് കൂളായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്രൊജക്റ്റാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് എന്താണ് AI എന്നും എങ്ങനെയാണ് AI ഇങ്ങനെയുള്ള പ്രൊജക്ട്സിൽ അപ്ലൈ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മളിവിടെ പിൻ ചെയ്യുന്നുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് ഫസ്റ്റ് ഹാർഡ്വെയർ ആൻഡ് വർക്കിംഗ് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ട് നോക്കാം. ഇതാണ് ഫ്രെയിം. ഇത് നമ്മൾ മൂക്കിൻ്റെ ഷേപ്പിൽ 3D പ്രിൻ്റ് എടുത്തതാണ്. ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ആക്ച്വലി ഇത് മൂക്കിൻ്റെ പുറത്തേക്കുള്ള വായു അകത്തേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി വെച്ചതാണ്. നമ്മൾ ശ്വാസം വലിച്ച് കയറ്റുന്നതിൻ്റെ ബദലായിട്ടുള്ളൊരു മെക്കാനിസം. ഈ വലിച്ച വായു നേരെ പോകുന്നത് ഈ ഒരു സെൻസറിലേക്കാണ്. ആ സെൻസർ നേരെ കൺട്രോളറിന് ഡാറ്റ കൊടുക്കും. എന്നിട്ട് ഡാറ്റ പ്രോസസ് ചെയ്തിട്ട് കൺട്രോളർ അതിൻ്റെ തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു തരും. സോ ഫ്രണ്ട്സ്, നമ്മൾ ഹാർഡ്വെയർ ആൻഡ് വർക്കിംഗ് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് മണവും കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് നമ്മൾ ഒരിക്കലെങ്കിലും അതിന് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയാണ് വിക്സിൻ്റെ സ്മെല്ല് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഉണ്ടാവുക എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് 𝐿. ഇവിടെ എന്തൊക്കെ സ്മെല്ലാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യണം. എത്രത്തോളം കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യുന്നോ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ നോസ് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യും. ദെൻ നമ്മൾ ഈ ഡാറ്റയൊക്കെ വെച്ചിട്ട് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യും. ആ മോഡൽ എന്നിട്ട് ബോർഡിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ നോസിൽ നമ്മൾ പഠിപ്പിച്ച സ്മെല്ലൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ പ്രൊജക്റ്റിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റൈറ്റപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ട്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.